ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് സെറ്റ് സീത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. സെറ്റ് ബീത്തെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി സെറ്റ് സീത്തെ ക്വസ്റ്റ്യൻ. സെറ്റ് സിയിലെ മീൻ ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അബൌട്ട് മീനിന്റെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എഴുതിയില്ല. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സും എക്സ് മൈനസ് എക്സ് ബാറും എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറും ആണ്. ഞാൻ എഫ് എക്സ് കണ്ടുപിടിച്ചു. ടോട്ടല് 380 and so mean is equal to sigma fx divided by n equal to 380 divided by total f in the total 23. So the 80 divided by 23, that is equal to 16.5. 16.5. Mean deviation. Mean deviation formula mean deviation formula is sigma f into x minus x bar divided by sigma f. അതിന് x minus x bar ആണ് വിളിക്കാം. x bar 16.5, x 11.5, 6.5, 1.5, 3.5, 8.5, 13.5, 8.5, 13.5 എന്നാവും. പിന്നെ ഇതിന്റെ ഇൻറ്റു എഫ് ചെയ്യണം. എഫ് 3, 4 അതില്ലേ, അത് ഇൻറ്റു ചെയ്യണം. 3 ഇൻറ്റു 11.5 is equal to 34.5, അടുത്ത 26, 9, 17.5, 25.5, പിന്നെ 27. So അതിന്റെ ടോട്ടല് 139.5. 139.5. So mean deviation is equal to sigma f into x minus x bar divided by sigma f. 139.5 divided by 23, that is equal to 6.07. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിലും നമ്മൾ മീൻ ഡീവിയേഷൻ ആണ്, പക്ഷെ മീഡിയൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം മീഡിയൻ കണ്ടുപിടിക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ ഞാൻ എഴുതി. എക്സും എഫും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ ആദ്യം തന്നെ എഴുതി. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു $60 divided by 2, that is equal to 30. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 35ൻ്റെ രീതിയിൽ. അപ്പോൾ 9 ആണ് മീഡിയൻ. 9 is median. So x minus x bar, that x minus a median, that 9 is equal to 642.02.04.6. പിന്നെ എഫ് ഇൻറ്റു എക്സ് മൈനസ് എം, ഫോർമുല തന്നെ എഫ് ഇൻറ്റു എക്സ് മൈനസ് എം, ദാറ്റ് ഈസ് ഈക്വൽ ടു 12, 32, 18, 0, 28, 24, 24 now. So total 138 ആണ്. So mean deviation is equal to sigma f x minus x bar അല്ല, x minus m, that is median. Median ആണ് m എന്ന് പറയുന്നത്, divided by n. So 138 divided by 16, that is equal to 60 ആണ്.
60 that is equal to 2.37. So that is equal to 139.5 divided by 23. തേർഡും ഫോർത്തും ഏകദേശം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിനി കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനാണ് ബാക്കിയുള്ള തേർഡിലും ഫോർത്തിലും. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കണത് എക്സും എഫും എഴുതി. Standard deviation is equal to root of sigma f d square divided by n minus sigma f1 into d1 divided by n the whole square. So നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ വാല്യൂസ് ആണ്. ഒന്ന് d കണ്ടുപിടിക്കണം, എഫ് ഡി കണ്ടുപിടിക്കണം, എഫ് ഡി സ്ക്വയറും കണ്ടുപിടിക്കണം. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മിഡിൽ വാല്യൂ ആയിട്ട് വരും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് മിഡിൽ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 50 ആണ്. സോ എക്സ് മൈനസ് 50 അങ്ങനെ ഓരോന്ന് എക്സ് 20 മൈനസ് 50 അങ്ങനെ -30, -20, -10, 0, 10, 20, 30. അപ്പോൾ ഇതിൽ നമ്മൾ നെഗറ്റീവ് എടുക്കണം. പിന്നെ ആ നെഗറ്റീവ് കൊണ്ടാണ് എഫ് ഡി കണ്ടുപിടിക്കുക. എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡി. സോ ദാറ്റ് ഈസ് -390, -560, -310 to 600 എന്ന് വരെ കിട്ടും. പിന്നെ ഈ എഫ് ഡി സ്ക്വയർ 11,700 to 18,000. സോ അതിൻ്റെ ടോട്ടല് 57,100 എന്നാവും. അപ്പോൾ ഈ കിട്ടിയേക്കണ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ root of 57,100 divided by n എന്ന് പറയുന്നത് 200 ആണ്. ടോട്ടൽ 200 മൈനസ് -190 divided by 200 the whole square. ഈ 200 ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് 200 പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ റൂട്ട് ഓഫ് 285.5 മൈനസ് 0.9025 that is equal to root of 284.5 that is 16.87 ആയിരിക്കും റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സിക്സ്ത് വൺ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് പഠിക്കേണ്ടത്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു standard deviation divided by mean into 100. Coefficient of variation is equal to standard deviation by mean into 100. So standard deviation is equal to standard deviation is equal to root of sigma f d square divided by n minus sigma f d divided by n the whole square. പിന്നെ മീനിന്റെ ഫോർമുല നമുക്കറിയാം. x bar is equal to sigma fx divided by n. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ള ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ്, പിന്നെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം, ഡി കണ്ടുപിടിക്കണം, എഫ് ഡി കണ്ടുപിടിക്കണം, എഫ് ഡി സ്ക്വയർ കണ്ടുപിടിക്കണം, പിന്നെ എഫ് എക്സും കണ്ടുപിടിക്കണം. സോ എക്സ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, എഫും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. സോ മിഡ് വാല്യൂ ഓരോന്നിൻ്റെ മിഡ് വാല്യൂ 35, 45, 55, 65, 75, 85. ഡി -20, -10, 0, 10, 20, 30. പിന്നെ എഫ് ഡി കണ്ടുപിടിക്കുമ്പോൾ -340, -280, 0, 150, 260, 180, -30. സോറി -30 എന്ന് പറയുന്നത് ടോട്ടൽ ആട്ടോ -30. പിന്നെ എഫ് ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു 6,800, 2,800, 0, 1,500, 5,200, 5,400, ടോട്ടൽ 21,700. പിന്നെ എഫ് എക്സ് 595, 120, 1,260, 1,155,
975 total 5470 ആണ് ടോട്ടൽ എഫ്എക്സിന്റെ. എഫ് ഡി സ്ക്വയറിൽ 21,700, എഫ് ഡിന്റെ -30, പിന്നെ എഫിന്റെ ടോട്ടൽ 100. സോ നമുക്കിനി ഫോർമുലയിൽ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആദ്യം കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല √σ fx divided by n f sigma f d square divided by n minus sigma f d f d divided by n the whole square. So formula is 21,700 divided by 100 minus -30 divided by 100 the whole square. 30 divided by 100 the whole square. So root of 217 minus 0.09. So that is equal to root of 216.91. Then standard deviation is equal to 14.72. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 14.72. ഇനി മീൻ എടുക്കുക. 5470 divided by 100, that is equal to 5470 divided by 100, that is equal to 54.7. So coefficient of variation is equal to 14.72 divided by 54.7 into 100, that is equal to 26.9. So answer is option C. ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത് 7th ഒക്കെ ഇതേമാതിരി തന്നെയാണ്. അപ്പം ഇനി ഞാൻ 8th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 100 ഒബ്സർവേഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 65ഉം 730 ആണ്, അല്ല 7.03 ആണ്. പിന്നെ 60, ആ 100ൽ 60ന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും 70യും 3യും ആണ്. പിന്നെ ബാക്കിയുള്ള 40 ഒബ്സർവേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എച്ച് ബൈ എൻ. സോ 100 ഒബ്സർവേഷൻ്റെ മീൻ എന്താ? സിഗ്മ എച്ച് 100 ഈസ് ഈക്വൽ ടു 6500 എന്ന് ആയിരിക്കും. കാരണം സിഗ്മ എച്ച് 100 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 55, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 6500. അതേപോലെ തന്നെ സിഗ്മ എച്ച് 60ന്റെ എന്തായിരിക്കും? അതായത് 60 ഒബ്സർവേഷന്റെ സിഗ്മ എച്ച് എന്തായിരിക്കും? 4200 എന്നായിരിക്കും. സോ സം ഓഫ് വാല്യൂ ഓഫ് റിമൈനിങ് ഒബ്സർവേഷൻ, അതായത് ബാക്കിയുള്ള 40 ഒബ്സർവേഷന്റെ സം എന്തായിരിക്കും? റിമൈനിങ് 40 ഒബ്സർവേഷന്റെ സം എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? സിഗ്മ എച്ച് 40 ഈസ് ഈക്വൽ ടു സിഗ്മ എച്ച് 40 എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ആദ്യം കണ്ടുപിടിച്ച 6500ൽ നിന്ന് 4200 കുറച്ചാൽ സിഗ്മ എച്ച് 40 കിട്ടും. ബാക്കിയുള്ള ഇതല്ലേ വാല്യൂ എടുത്തല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2300. സോ ഈ 2300ന്റെ മീന്, അതായത് 40 ഒബ്സർവേഷന് മീന് നമുക്ക് 2300 ആണ് ടോട്ടൽ എന്ന് പറയാം, പിന്നെ 40 ഒബ്സർവേഷനും അറിയാം. അപ്പോൾ മീൻ കണ്ടുപിടിക്കാൻ എന്താ? സിഗ്മ എച്ച് ഡിവൈഡഡ് ബൈ എൻ. സോ 2300 ഡിവൈഡഡ് ബൈ 40 divided by 40, that is equal to 57.5. So standard deviation is equal to sigma h square minus n into h bar square divided by n minus 1. So 100 observation standard deviation എന്താ? അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താ? സിഗ്മ എച്ച് എന്താന്ന് കണ്ടുപിടിക്കണം. സിഗ്മ എച്ച് സ്ക്വയർ എന്താന്ന് കണ്ടുപിടിക്കണം. സോ റൂട്ട് ഓഫ് സിഗ്മ എച്ച് 100 സ്ക്വയർ മൈനസ്
100 sigma h 100 square sigma h 100 sigma h 100 എന്ന് പറഞ്ഞാൽ 100 ഒബ്സർവേഷനിൽ സിഗ്മ എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. സോ minus 100 into 65 square divided by 100 minus 1. So that is equal to sigma h square 100 minus 100 into 65 square divided by 100 minus 1 is equal to 100 minus 1 is equal to 7.03 square. So sigma h square അതായത് sigma h 100 സ്ക്വയറിൻ്റെ എന്താ വാല്യൂ കണ്ടുപിടിക്കുക, എങ്ങനെ കണ്ടുപിടിക്കുക? 7.03 സ്ക്വയർ ഇൻറ്റു 99. ആദ്യത്തേൽ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് രണ്ട് സൈഡും, അതാണ് ഞാൻ റൂട്ട് കളഞ്ഞത് എഴുതിയത്. സോ 7.03 സ്ക്വയർ ഇൻറ്റു 99 പ്ലസ് 100 ഇൻറ്റു 65 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 42739.2.65. ദാറ്റ് ഈസ് 4,27,392.67. സോ സിഗ്മ എച്ച് സ്ക്വയർ 60 that is equal to ഇതേമാതിരി തന്നെ കണ്ടുപിടിക്കുക. സിഗ്മ എച്ച് സ്ക്വയർ 60 is equal to 2,94,531. 2,94,531. സോ റിമൈനിങ്ങിൻ്റെ അതായത് സിഗ്മ എച്ച് 40 കണ്ടുപിടിക്കാൻ സിഗ്മ എച്ച് സ്ക്വയർ 14 സിഗ്മ എച്ച് സ്ക്വയർ 14 is equal to 42739 that is 4,27,392.67 minus 2,94,531 that is equal to 1,32,861.57. 1,32,861.67. So standard deviation of remaining 40 is equal to remaining 40 is equal to root of sigma h square 40 sigma h square minus 40 into h bar square divided by 40 minus 1 that is equal to root of 1,32,861.67 minus 40 into 57.5 square divided by 39 that is equal to 3.96 approximately is equal to 4. So option C ആണ് right answer.